ഗോപാൽ, ഇപ്പോൾ ദീപാദാസ് മുൻഷിയാണ് നിരീക്ഷകർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ സുധീരൻ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കൾ പലരും രാവിലെ തന്നെ നിരീക്ഷകരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്നലെ എ കെ ആന്റണിയെ പോയി നിരീക്ഷകർ കണ്ടിരുന്നു. എ കെ ആന്റണിയുടെ അഭിപ്രായം തേടിയിരുന്നു. അപ്പോൾ ഇനി ഈ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ മീറ്റിംഗ് കൂടുന്നതിന് മുൻപായി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ, അപ്പോൾ ഇവർ മൂന്നുപേരും ഒരുമിച്ചായിരിക്കും ഇനിയിപ്പോൾ ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗിലേക്ക് പോവുക. ഗോപാൽ ശിലാസനൽ, അങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കും ഡോക്ടർ. കാരണം പ്രധാനപ്പെട്ട ചർച്ചകൾ, നീക്കങ്ങൾ, കൂടിക്കാഴ്ചകൾ ഈ AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ താമസിക്കുന്ന തിരുവനന്തപുരം പാളയത്തെ ഈ താജ് വിവാന്ത ഹോട്ടലിൽ നടക്കുന്നു എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഇന്നലെ രാത്രിയിൽ MP-മാരായിട്ടുള്ള ബെന്നി ബെഹ്നാൻ, MK രാഘവൻ തുടങ്ങിയവർ ഇരുവരെയും കാണാനായി ഇവിടേക്ക് എത്തിയിരുന്നു. രാവിലെയോടുകൂടി തന്നെ പല തട്ടിലുള്ള നേതാക്കൾ, അതായത് ഈ ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള പല തട്ടിലെ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. VM സുധീരനാണ് ഇക്കൂട്ടത്തിൽ പ്രധാനമായും അല്പനേരം മുൻപ് ഇങ്ങോട്ടേക്ക് എത്തിയത്. നെയ്യാറ്റിൻകര സനലെത്തി. ഇപ്പോൾ ഏറ്റവും അവസാനമായി ദീപാദാസ് മുൻഷി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗ് നടക്കാനിരിക്കുന്ന അവസാന മണിക്കൂറുകളിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾ ഏറെ നിർണായകമാണ് എന്ന് പറയേണ്ടതായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ബാക്കി ചില MP-മാർ കൂടി ഇങ്ങോട്ടേക്ക് ഇവരെ കാണാൻ വേണ്ടി, AICC നിരീക്ഷകരെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. PJ കുര്യൻ, K സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തി അജയ് മാക്കനെയും മുകുൾ വാസ്നിക്കിനെയും കൂടിക്കാഴ്ച നടത്തും. അല്പനേരം മുമ്പ് ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു ദീപാദാസ് മുൻഷി ഈ MLA-മാരുമായുള്ള യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന കാര്യം. പക്ഷേ ഈ ഘട്ടത്തിൽ ദീപാദാസ് മുൻഷി പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവർ ഒന്നിച്ചാകുമോ KPCC-യിലേക്ക്, ഇന്ദിരാഭവനിലേക്ക് പോകുന്നത് എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അധികം സമയമൊന്നുമില്ല. ഏകദേശം 10 മണിയോടുകൂടി ഇവർ ഇവിടെ നിന്ന് ഇന്ദിരാഭവനിലേക്ക് പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അവസാന നിമിഷങ്ങളിലെ നിർണായക തീരുമാനങ്ങൾ, നിർണായക ചർച്ചകൾ, ആലോചനകളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ നടക്കുകയാണ്. ഇന്നലെ തലസ്ഥാനത്ത് ഇരുവരും എത്തിയതിനു ശേഷം പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞിരുന്നു എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. AK ആന്റണിയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തെ ഇന്ദിരാഭവനിൽ എത്തി നേരിട്ടാണ് ഇരുവരും കണ്ടത്. ജബി മേത്തർ അടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന അല്ലെങ്കിൽ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ദിരാഭവനിലേക്ക് പോകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡോക്ടർ. ഓക്കെ, ഇപ്പോൾ നിരീക്ഷകർ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് വിമാനത്തയിലാണ്. വിമാനത്തയിലേക്ക് മുതിർന്ന നേതാവ് VM സുധീരൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദീപാദാസ് മുൻഷി കൂടി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കും നേരെ ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗിനായിട്ട് ഇറങ്ങുക. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഒരു മണിക്കൂറിനുള്ളിൽ ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗ് ഇന്ദിരാഭവനിൽ തുടങ്ങും. അവിടെ മറ്റ് നേതാക്കളെ കാണും. തങ്ങളെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന എല്ലാവരെയും കണ്ടതിന് ശേഷം വൈകുന്നേരം മാത്രമാണ് ഘടകകക്ഷി നേതാക്കളുമായിട്ടും മീറ്റിംഗ് ഉണ്ടാവുക. ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ദില്ലിയിലേക്ക് മടങ്ങൂ. നാളെ ദില്ലിയിലെത്തി ഹൈക്കമാൻഡിനെ കണ്ട്, രാഹുൽ ഗാന്ധിയും ഒക്കെ കണ്ട് കാര്യങ്ങൾ, മല്ലികാർജ്ജുൻ ഖർഗെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് കേരളത്തിന് താല്പര്യമെന്ന് MLA-മാർ പറയുന്നതും ഘടകകക്ഷികൾ പറയുന്നതും ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ പറയുന്നതും കേട്ടായിരിക്കും ഒരു റിപ്പോർട്ട് കൊടുക്കുക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. ഇങ്ങനെ പല കമ്മീഷനുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, മല്ലികാർജ്ജുൻ ഖർഗെ ഒരു കമ്മീഷനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എപ്പോഴാണ്? 2021 പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നിലംപൊത്തുന്ന സമയം ഉമ്മൻചാണ്ടി അന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഒക്കെ ചോദിച്ചു, ഹൈക്കമാൻഡ് വല്ല നിർദ്ദേശവും നൽകിയിരുന്നോ ആരെങ്കിലും തീരുമാനിക്കുന്നതിന്? അപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയും ടീമും പറഞ്ഞത് നോ, ഞങ്ങൾ വളരെ ഓപ്പണായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ്. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്ന് ഉത്തരവ് വന്നത് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ. അപ്പോൾ ഈ നിരീക്ഷകർ അങ്ങ് പോയി കഴിഞ്ഞ് എന്തു പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.